അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കും നിങ്ങൾ കൃത്യമായിട്ട് ലോണ്ടറി ഡ്രൈ ക്ലീനിങ് അറിയുമ്പോൾ ഇതിൻ്റെ ഹിസ്റ്ററിയെങ്കിലും കുറച്ചെങ്കിലും അറിയണം. എന്ന് വെച്ചാൽ എന്താണ് ഡ്രൈ ക്ലീനിങ് എന്നുള്ളത്. ആദ്യകാലങ്ങളിൽ ഇവിടെ ഡ്രൈ ക്ലീനിങ് എന്ന് പറഞ്ഞൊരു ഫാബ്രിക് നടത്തിക്കൊണ്ടിരുന്നത് ബേസ്ഡ് ഓൺ MDO ഇല്ലായിരുന്നു, മിനറൽ ടർപ്പൻ ഓയിൽ എന്ന് പറയും. MDO എന്ന് പറഞ്ഞാൽ ഒരു എയറോനോട്ടിക്കൽ ഫ്യൂവൽ അല്ലെങ്കിൽ ഒരു കെറോസിൻ്റെ ഒക്കെ ഒരു ബേസ് ഫോർമാറ്റാണ്, ഒരു ബിഗിനിങ് ഫോർമാറ്റ്. അതുകൊണ്ടാണ് ആദ്യകാലങ്ങളിലൊക്കെ നിങ്ങൾ ഡ്രൈ ക്ലീനിങ് സെൻറ്ററുകളിലൊക്കെ നിങ്ങൾ കൊടുക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും അതിൻ്റെ അതൊരു ഡ്രൈ ക്ലീനിങ്ങിൻ്റെ അതൊരു കെറോസിൻ്റെ സ്മെല്ല് കിട്ടും, ഒരു മണ്ണെണ്ണയുടെ സ്മെല്ല് ഫീൽ ചെയ്യും. ബിക്കോസ് ഇറ്റ്സ് ഒരു എയറോനോട്ടിക്കൽ ഫ്യൂവലിൻ്റെ ഒരു ഫസ്റ്റ് ക്വാളിറ്റിയിൽ ബേസ് ചെയ്ത് ഉണ്ടാക്കുന്നതായതുകൊണ്ട് തന്നെ അത് ആ സ്മെല്ല് ജനറേറ്റ് ചെയ്യുകയും പ്ലസ് ഇതൊരു ഹസാർഡ് ഉണ്ടാകുന്നത്. ദാറ്റ് മീൻ ഇറ്റ്സ് ഒരു ഫ്ലെയിമബിൾ സോൾവെൻ്റ് ആണ്, ഒരു ഫ്ലെയിമബിൾ എന്ന് വെച്ചാൽ ഒരു പർട്ടിക്കുലർ ടൈമിന് മേളിൽ ഡ്രൈ ചെയ്താൽ ഓട്ടോമാറ്റിക്കലി ഇത് ബിക്കം എ ഫ്ലെയിം. അപ്പോൾ നോർമലി എന്താ സംഭവിക്കുന്നത്, ആദ്യകാലങ്ങളിലൊക്കെ എന്ന് പറഞ്ഞാൽ ഈ ഫ്ലെയിമിൽ സ്പിൻ ചെയ്ത് വാഷ് ചെയ്ത് അടയിലിട്ട് ഉണക്കുന്നവരുണ്ട്. അതിന് പകരം നമ്മൾ ഡ്രയറിലിട്ട് ഉണക്കുവാണെങ്കിൽ ഡ്രയർ ഓവർ ഹീറ്റ് ആയിക്കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നമ്മൾ ശ്രദ്ധിക്കാണ്ടിരുന്നാൽ ഇറ്റ്സ് ഓട്ടോമാറ്റിക്കലി ഫ്ലെയിം ആവും. അപ്പോൾ അങ്ങനെ കൊണ്ട് തന്നെ ഒരു ഫ്ലെയിമബിൾ കണ്ടൻറ്റ് ആയതുകൊണ്ട് ഒരു ഹസാർഡ് മെയിനായിട്ടുള്ളത് കൊണ്ടും ഈ ഒരു കാലഘട്ടങ്ങളിൽ ആദ്യകാലങ്ങളിൽ എന്ത് ചെയ്തു, ഈ ഒരു സാധനത്തിന് നമ്മളൊരു ഫ്ലെയിമബിൾ കാറ്റഗറിയിൽ പെടുത്തി ആളുകൾ അതിൻ്റെ ഉപയോഗം കുറച്ചു കൊണ്ടുവന്നു. മാത്രവുമല്ല ആദ്യകാലങ്ങളിൽ ഈ പറയുന്ന യൂറോപ്യൻ യൂണിയൻ ആൻഡ് ഇറ്റാലിയൻ യൂണിയൻ അവരാണല്ലോ മെയിനായിട്ട് ഈ പറയുന്ന ഡ്രൈ ക്ലീനിങ്ങിൽ ആദ്യമായിട്ട് വന്നത്. ബിക്കോസ് നമ്മുടെ നാട്ടിൽ നമ്മുടെ ആളുകൾ കോട്ടൺ, കോറ, സിന്തറ്റിക് ഒക്കെ ക്ലോത്തുകൾ ഉപയോഗിക്കുന്നവരും അവിടെ വൂവൻ ക്ലോത്തുകളുമാണ്. അപ്പോൾ അവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വെള്ളത്തിന് പകരം അവർ വൂവൻ ക്ലോത്തുകൾ ഉപയോഗിക്കുന്ന ഈ സോൾവെൻറ്റിലാണ്. അപ്പോൾ അങ്ങനെയുള്ള ആദ്യകാലങ്ങളിൽ ഒരു യൂറോപ്യൻ യൂണിയൻ ആൻഡ് അമേരിക്കൻ യൂണിയൻ കണ്ടുപിടിച്ചൊരു സോൾവെൻ്റാണ് പെർക്ക് എന്നൊക്കെ ഷോർട്ട് ഫോം പറയും, PRC, പെർക്ലോർ എത്തിലിൻ എന്നാണ് ആ സോൾവെൻറ്റ്. അപ്പോൾ ഈ പെർക്ലോർ എത്തിലിൻ സോൾവെൻറ്റ് ബേസ് ചെയ്തിട്ടാണ് ആദ്യകാലങ്ങളിൽ ഈ ഒരു സംവിധാനം നടന്നുകൊണ്ടിരുന്നത്. ദാറ്റ് മീൻസ് ഡ്രൈ ക്ലീനിങ് നടന്നുകൊണ്ടിരുന്നത്.